ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +1 +2വിനൊപ്പമുള്ള ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് സെപ്റ്റംബർ 13-ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബാംഗ്ലൂർ, ഖത്തർ, ദുബായ് എന്നിവിടങ്ങളിലും വെച്ച് നടക്കുന്നു. ഈ സ്ക്രീനിംഗ് ടെസ്റ്റിന് ഏറ്റവും സിമ്പിളായി എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോയുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ബ്രൗസർ ഓൺ ആക്കുക. ക്രോം ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതിൽ അഡ്മിഷൻസ് ബ്രില്യൻറ്റ് പാല എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെർച്ച് റിസൾട്ട് ആയിട്ട് തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാലയുടെ അഡ്മിഷൻ പോർട്ടലിലേക്കുള്ള ലിങ്ക് എത്തിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു പേജിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഓൾറെഡി ബ്രില്യൻറ്റ് പാലയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു യൂസർ ആണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ഐ ഡിയും ഒരു പാസ്വേഡും കാണും. അവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളൊരു ന്യൂ യൂസർ ആണ് എങ്കിൽ അവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തുന്നതാണ്. അവിടെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്യണം. ഇതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള സ്ക്വയർ ബോക്സിൽ ടിക്കും ചെയ്യേണ്ടതാണ്. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്ത ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. തൊട്ടടുത്ത പേജിൽ ആ ഒരു OTP എൻ്റർ ചെയ്യുക. നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അടുത്തതായി സ്റ്റെപ്പ് 3. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പേജിൽ മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്തത് സ്റ്റെപ്പ് 4. ഇപ്പോൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് വിൻഡോ കാണാൻ സാധിക്കുന്നതാണ്. ആ വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 10th എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് സ്റ്റെപ്പ് 5. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നമുക്കായി ഒരുക്കിയിരിക്കുന്ന കോഴ്സുകളുടെ ഒരു ലിസ്റ്റാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് കാണാം സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് IIT AIMS 2029 എന്നുള്ളത്. ഇപ്പോൾ CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ICSE സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സിലബസിലാണ് ഇപ്പോൾ പഠിക്കുന്നത് ആ സിലബസിനനുസരിച്ചുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഫോർ എക്സാമ്പിൾ CBSE എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. CBSE എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയും നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും IIT AIMS 2029 സ്ക്രീൻ ടെസ്റ്റ് ദുബായ് സെൻറ്റർ എന്നുള്ളത്, അതായത് ദുബായിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ. ആൻഡ് താഴെയുള്ള ഓപ്ഷൻ ഖത്തറിലുള്ള CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഇനി നിങ്ങൾ സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിൽ സ്റ്റേറ്റ് ബോർഡ് സെലക്ട് ചെയ്യുക. അവിടെയും ഇതുപോലത്തെ തന്നെ ഓപ്ഷൻസ് കാണുന്നതായിരിക്കും. ഓക്കെ, ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ, അതായത് ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് സൈഡിലായി അപ്ലൈ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് 7. പേജിൻ്റെ റൈറ്റ് സൈഡിൽ സെലക്ട് സിറ്റി ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞ 2 ചെറിയ ബോക്സുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള സിറ്റിയും സെൻറ്ററും ചൂസ് ചെയ്യുക. ശേഷം തൊട്ട് താഴെയുള്ള ബ്ലൂ ബോക്സ് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് 8. ഈ ഒരു പേജിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് നമ്മളോട് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ എന്ന് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഇനി പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അടുത്തതായി സ്റ്റെപ്പ് 9. ഈ ഒരു പേജിലാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആ പേജിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സർക്കിളും ആ സർക്കിളിന് തൊട്ട് സൈഡിലായിട്ട് ഒരു ചെറിയ ഡാർക്ക് ബ്ലൂ സർക്കിളും കാണാൻ സാധിക്കും. ആ ഡാർക്ക് ബ്ലൂ സർക്കിളിൽ ക്ലിക്ക് ചെയ്താൽ ഏത് തരത്തിലുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന സൈസ് ആൻഡ് ഡയമെൻഷൻസ് അനുസരിച്ചുള്ള ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കാൻഡിഡ് ആയിട്ടുള്ള സെൽഫി പോലത്തെ ഫോട്ടോസ് ഒഴിവാക്കുക. മാക്സിമം ഏറ്റവും നല്ലതായിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാണ്ട് തന്നെ നിങ്ങളുടെ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, father's name, father's occupation, mother's name, mother's occupation, father's phone number, mother's phone number, name of school last studied or studying, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ. പേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് ഓർ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ്, കൺട്രി, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതെല്ലാം കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ, അതായത് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി സ്റ്റെപ്പ് 10.
ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ പേജിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓൺലൈൻ മുഖേനയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും വഴി നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. സോ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന IIT എയിംസ് സ്ക്രീനിങ് ടെസ്റ്റിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ സ്ക്രീൻ ടെസ്റ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.